ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തോ വലിയൊരു തീരുമാനം, നിർണായകമായ തീരുമാനം ഈ ഒരു ടൈം പീരീഡിൽ എടുക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് തീരുമാനം എടുത്താലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ലോങ് ടേമിൽ അതൊരു എഫക്റ്റ് ഉണ്ടാകും ആ ഒരു തീരുമാനത്തിൻ്റെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായൊരു ചേഞ്ചാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ. അതായത് ഒരു സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായിട്ടും. ഇവിടെ ചിലപ്പോൾ ബാഡ് വേയിലും അല്ലെങ്കിൽ പോസിറ്റീവ് വേയിലും സിറ്റുവേഷൻ ചേഞ്ച് ആകാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ഇവിടെ കളക്റ്റീവിലെ എനർജി വന്നിരിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവ് വേയിലാണ് സിറ്റുവേഷൻ ചേഞ്ച് ആകുന്നത് എന്നാണ്. ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇവർ തീരുമാനം എടുക്കുന്നത്. അതായത് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് ഇവർക്ക് നിങ്ങളോടുള്ളത് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നേരെയായിരിക്കും ഇവർ തീരുമാനം എടുക്കുന്നത്. അതായത് പോസിറ്റീവ് വേയിലായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഇവിടെ ആദ്യം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച്, ഇല്ലെങ്കിൽ മെസ്സേജിലൂടെ സംസാരിച്ച് അതിനുശേഷം ഈ ഒരു തീരുമാനത്തിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇവർക്കൊരു വിശ്വാസമുണ്ട്. ഇവർ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ ഫേവറിലായിരിക്കും എടുക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്നാണ്. അതേപോലെ ഇവരുടെ തീരുമാനം അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇവരുടെ തീരുമാനം. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഗിവറിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണ്. അതായത് ടേക്ക് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷനല്ല, ഗീവ് ചെയ്യാനുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യാനുള്ള സിറ്റുവേഷനല്ല. ഗിവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് തരണം. അതിന് വേണ്ടി ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർക്ക് ചെയ്യണം. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ നിങ്ങൾക്ക് വേണ്ടി ബാലൻസ്, സ്റ്റെബിലിറ്റി, യൂണിയൻ അതൊക്കെ നിങ്ങൾക്ക് തരുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെയധികം അബണ്ടൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഗിവറിൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഹാപ്പി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഹാപ്പി കൊടുക്കുവാൻ സാധിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൊടുക്കുവാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. ഏതൊരു വ്യക്തിയാണോ ഉള്ളിൽ സ്ട്രെങ്തോടെ ഇരിക്കുന്നത്, കോൺഫിഡൻറ്റോടെ ഇരിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്കും കോൺഫിഡൻറ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇവരെടുത്ത ഡിസിഷൻ ഒരിക്കലും പെട്ടെന്ന് എടുത്തതല്ല, വളരെയധികം പ്ലാൻ ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഡിസിഷനാണ്. ഇവിടെ ജഗിളിംഗ് ആയിട്ടുള്ള ആ രണ്ട് സിറ്റുവേഷൻസ് ബാലൻസിൽ വരാൻ പോവുകയാണ്. നിങ്ങളും ജഗിൾ ചെയ്യണം, അവരും ജഗിൾ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷൻസും ബാലൻസ് ആവാൻ പോവുകയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ. ഇവരുടെ സോൾ എന്താണോ ഇവരോട് പറഞ്ഞത് അതനുസരിച്ചാണ് ഇവർ ഡിസിഷൻ എടുത്തേക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഡിസിഷനായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത്. ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ എൻസിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്കൊരു പുഷ് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ന്യായമായിരിക്കും സംഭവിക്കുന്നത്. ഇവർക്ക് സൈനോ, യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സൈനോ, ഗൈഡഡ് മെസ്സേജോ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് വേയിലാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമയമാണ് ഇത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ റൊമാൻറ്റിക് വൈബ്രേഷനിലാണുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ വളരെയധികം ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഫയർ എനർജിയിലാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം പാഷനേറ്റീവാണിവർ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്, അതായത് നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഉണ്ടാക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ മറന്നു പോകുമല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെയാണ് ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്കിടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഇവർക്ക് നിങ്ങളെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള സത്യം ഇവർക്ക് മനസ്സിലായി.
ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ ജീവിതത്തിൽ ഇവർക്ക് എത്ര വാല്യൂ ഉണ്ട് എന്ന്, ഇവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. എന്ത് സാധനമായാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ സാധനം പോകുമ്പോഴാണ് നമുക്ക് ആ സാധനത്തിൻ്റെ വില മനസ്സിലാവുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് വച്ചതിന് ശേഷമാണ് മനസ്സിലായത് നിങ്ങൾക്ക് എത്ര വാല്യൂ ആണ് ഇവരുടെ ലൈഫിലുള്ളത് എന്ന്. നിങ്ങൾ ഇവരുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ ഇവർ ഒത്തിരി ദുഃഖങ്ങൾ തന്നു നിങ്ങൾക്ക്, നിങ്ങളെ ഒത്തിരി കരയിപ്പിച്ചു ഇവർ. ഇത് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു, നിങ്ങൾ വിട്ട് പോവുകയും ചെയ്തു. പോയതിന് ശേഷമാണ് ഇവർക്ക് തോന്നിയത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല എന്ന്. കാരണം നിങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഇത്ര പെട്ടെന്ന് എല്ലാം സാധിക്കുന്നു, എന്നെ വിട്ട് പോയല്ലോ എന്ന്. പക്ഷേ ഇവർക്ക് പോയപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെ വിട്ട് പോകുന്നത് ഇവർക്ക് അത്രമാത്രം പാടുള്ള ഒരു കാര്യമാണ് എന്ന്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. നിങ്ങളെ വിട്ട് പോയപ്പോൾ 24 മണിക്കൂർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇവർക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവർ ഒരു ഡിസിഷൻ എടുത്തത്, എനിക്കിവർ തന്നെ മതി എന്നുള്ള. അതായത് എൻ്റെ പാർട്ട്ണർ ഇതാണ്, ഈ ഒരു പാർട്ട്ണറിൻ്റെ കൂടെ സക്സസ് വേണം എനിക്ക്, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക കോണ്ടാക്റ്റിലുള്ളവർ. 23 തൊട്ട് 25 അവേഴ്സ് വരെ ഈ ഒരു വൈബ്രേഷനിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവ് നിങ്ങളോട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഫീമെയിൽ കാരണം നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ആരെങ്കിലും ആയിരിക്കാം, അല്ല എങ്കിൽ പുറത്തുള്ളവരാരെങ്കിലും ആയിരിക്കാം. ഈ ഒരു ഫീമെയിൽ കാരണം നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ മൂഡ് സ്വിങ് ഉണ്ടാവും ഇവരുടെ. അപ്പോൾ വളരെ കഠോരമായ രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇവരുടെ എനർജി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ച് ശാന്തമായിട്ടിരിക്കുക. തിരിച്ച് റിയാക്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവരുടെ ഏത് മോശം അവസ്ഥയും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇവരുടെ ആ ഒരു മൂഡ് സ്വിങ്ങിനുള്ള ആ പരിഹാരം. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടാണ് പോകുന്നത് എങ്കിൽ ഏതോ ഒരു മഹിള കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട്, അതായത് അവരുടെ ആ ഒരു ഇടപെടൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മോശമാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആ ഒരു മഹിള ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, അല്ല എങ്കിൽ ഔട്ട്സൈഡർ ആയിരിക്കാം. ഇവിടെ എന്തായാലും ഈ ഒരു മഹിള കാരണം നിങ്ങൾക്കിടയിൽ പ്രോബ്ലം വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് 23 മണിക്കൂർ ഒന്ന് നിങ്ങളുടെ എനർജി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വഴക്കിടാനൊന്നും പോകരുത് അവരെന്ത് പറഞ്ഞാലും. അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർക്ക് കുറച്ച് ട്രിഗർ ആയിട്ടുള്ള ആ ഒരു എനർജിയാണ് ഉള്ളത്. ചില ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എനർജി ഉണ്ടാവാതെ ഇരിക്കത്തുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരുടെ എനർജി നോക്കുമ്പോൾ ഫിയർ ആണ് കാണാൻ സാധിക്കുന്നത്. ഫിയറിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തേക്കുന്നത് ഫിയറിനെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ആ ഒരു ഫിയറിൻ്റെ എനർജിയിൽ നിന്ന് മാറണമെന്നാണ്. അതായത് നിങ്ങളുടെ തെറ്റ് നിങ്ങൾ തിരുത്തണം. അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ പേടിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി എന്ന്. അതായത് ഫാമിലിക്ക് വേണ്ടി നിങ്ങളെ അവർ സാക്രിഫൈസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ പേടിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. ഇവിടെ നിങ്ങൾ 24 മണിക്കൂർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പോയി എന്ന് വിചാരിച്ച് കരയുകയും വിഷമിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിങ്ങൾ ആ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തൊക്കെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു തെറ്റ് നിങ്ങൾ തിരുത്തുക. കൂടാതെ നിങ്ങൾ ഇതും മാനിഫെസ്റ്റേഷൻ ചെയ്തു. തേർഡ് പാർട്ടിക്ക് നിങ്ങളെയും കാട്ടി ശക്തിയുണ്ട്. ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് തേർഡ് പാർട്ടിക്കാണ്. നിങ്ങൾക്കൊട്ടും തന്നെ പവറില്ല എന്നും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തൊക്കെയാണ്. ഇവിടെ നിങ്ങൾ തേർഡ് പാർട്ടിക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുത്തേക്കാണ്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടാണ് കൂടുതൽ ഇഷ്ടം, തേർഡ് പാർട്ടിക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് ആ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തൊക്കെയാണ്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ യൂണിയനിൽ പ്രോബ്ലം വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിനി മുന്നോട്ട് പോകുക. തേർഡ് പാർട്ടിക്ക് കൂടുതൽ എനർജി കൊടുക്കാതിരിക്കുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നായി അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തേർഡ് പാർട്ടി കാര്യമേ ചിന്തിക്കാൻ പോകരുത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുക, മറ്റുള്ളവരെക്കുറിച്ചും നല്ലത് മാത്രം പറയുക.
ചില ആൾക്കാരുടെ യൂണിയൻ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള മെസ്സേജ് റിസീവ് ആകുന്നതാണ് അവരുടെ പേഴ്സണിൽ നിന്ന്. അത് നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കുവാൻ താല്പര്യമില്ലാത്ത മെസ്സേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ക്ലാരിറ്റി തരും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് അത് അനുസരിച്ചായിരിക്കും ഇവരുടെ ക്ലാരിറ്റി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.